കുറച്ചുകൂടെ നേരത്തെ ഞെത്തേണ്ടതായിരുന്നു. ഇനി സാധനം എടുത്ത് ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ നേരം വെളുക്കും. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ലൈറ്റ് താത്തിയടിക്കണം. ഇപ്പൊ വരും. വറിയത് പോയിട്ടുണ്ട്. ഏതായാലും ഇതങ്ങ് പിടിപ്പീര്. അധികം താമസിച്ചാൽ ഇനി പറ്റില്ല. രാവിലെ ഓഫീസ് സമയത്തിന് മുമ്പ് തിരുവനന്തപുരത്തെത്തണം. സെക്രട്ടറിയുടെ വീതം കൊടുക്കണ്ടേ? സെക്രട്ടറിയുടെ വീതവും. ആ പിന്നെ ഇത് മുഴുവൻ എനിക്കുള്ളതാണെന്നാണോ വിചാരം? അത് കൊള്ളാം. സൂപ്രണ്ട് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ, ഗവൺമെന്റ് സെക്രട്ടറി, ഇവർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാ. അയ്യോ, പിന്നെ എന്തിനാ ഇത്രയും രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, ഭാര്യനടുത്ത് തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. രാവിലെ പണം എടുക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? അതാ ഐഡിയ. എന്റെ പൊന്നു പറയതേ, നേരം വെളുക്കുന്നതിന് മുമ്പ് ഭൈമിയെ വീട്ടിലെത്തിക്കണം. നാട്ടുകാരറിഞ്ഞാൽ ചാന്നാര് വയ്ക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേ. പോകാം. എന്താ ഇത്ര താമസിച്ചത്? വാ വാ. ഇതിനൊക്കെയാ സാറേ യോഗം എന്ന് പറയുന്നു. ഞാൻ അറിയേ, നമ്മൾ എന്തിനാടാ ഈ സ്വർഗത്തിലെ കട്ടറും പായി നിൽക്കുന്നത്? വാ പോവാം. ഉണ്ണിപ്പൻ, ഇതെന്ത് ചോദ്യമാ സാറ്? കാവും കുളത്തിനടുത്താണോ കുഴപ്പം? ഇവളോട് ചോദിച്ചേ. അല്ല, ഈ പണമൊക്കെ ഉള്ളതുകൊണ്ട് സാറിന് അത്ര സംശയമാണെങ്കിൽ ഇതിരിക്കട്ടെ, പിന്നെ തന്നാ മതി. അതിരാവിലെ വറിയത് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അപ്പൊ പറഞ്ഞതുപോലെ ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് വിളിക്കാം. ഓക്കെ. അതിനി നമ്മുടെ സ്വന്തം ആളാ. ഗുഡ് നൈറ്റ്. എന്താ പേര്? ഭൈമി. നല്ല പേര്. വാ. ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. നീ കണ്ടില്ലേടാ അവന്റെ പെട്ടിമറിച്ച് പണം? പക്ഷെ തോക്ക് അതൊന്നും സാരമില്ല, അവന്റെ കാര്യം ഞാനേറ്റ്. അവളെ പേടിച്ചാൽ വിളിക്കാതെ നീ നോക്കണം. അത് ഞാനേറ്റ്. അനവാ
ഭൈമി, ഇത് ഞങ്ങളാണ്, പരമവും ജോണിയും. പരമു, പേടിക്കാതാ. നമ്മൾ 3 പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഏതായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇത് ഉണ്ണിത്താന്റെ തോക്കാണ്. ഈ ശവം നമുക്ക് ഉണ്ണിത്താനെ കൊണ്ട് തീറ്റിക്കണം. എടാ, ഒന്ന് ധൈര്യമായിട്ട് നിൽക്ക്. ഒരു കുഴപ്പവും വരില്ല, ഞാനല്ലേ പറയുന്നേ. ചുരുങ്ങിയതൊരു 10 ലക്ഷം രൂപയെങ്കിലും വരും. ജോണി, തൽക്കാലം നീ ഇതെടുത്ത് ഒളിച്ചു വയ്ക്കും. നമുക്ക് വന്നിട്ട് പങ്കുവയ്ക്കാം. വന്നിട്ടോ? അപ്പൊ നീ എവിടെ പോകുന്നു? ഞാൻ ഇവളെയും കൊണ്ട് തോട്ടത്തിലേക്ക് പോവുക. ഇയാളുടെ ഫിയറ്റ് കാരൻ ഞാൻ കൊണ്ടുപോകും. നീ വാ, നമുക്ക് ഈ ശവം തോക്കെടുത്ത് കൊടുത്തിടാം. നേ, ഞാൻ പോയിട്ടോട്ടെ. പരമു, നീ എങ്ങനെ പോയാൽ പോലീസും അന്വേഷണമൊക്കെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? വേണ്ട, ഞാനും കൂടെ പോരാ. ഒരു ചുക്കും വരില്ല. പോണ വഴിക്ക് ഞാൻ എവിടെന്നെങ്കിലും പോലീസിന് ഫോൺ ചെയ്ത് പറഞ്ഞോളാം, ഉണ്ണിത്താനാണ് എഞ്ചിനീയറെ കൊന്നതെന്ന്. അന്വേഷണത്തിനും മറ്റും വരുമ്പോ നീ ഒന്നും അറിയാത്ത പോലെ നിന്നോളാം. പിന്നൊരു കാര്യം, നമ്മള് 3 പേരല്ലാതെ 4-മതൊരാൾ ഇത് അറിയാനിടയായാൽ ഇല്ല. എന്നാ വയ്ക്കൂ. ജോണി, എന്റെ വീട്ടിൽ കൂടി ഒരു കണ്ണ് വേണം. ഇതിൽ കുറച്ച് കാശ് എന്റെ അച്ഛന് കൊടുക്കണം. പതുക്കെ മതി. ശരി. അതെ. ആ. ജോണി, തന്റെ കൂട്ടുകാരനെവിടെ? എന്തോ പരമുവിനെ ഇന്ന് കണ്ടില്ല. മുങ്ങി കാണും. എന്റെ കൊച്ചേട്ട അതല്ലേ അവന്റെ സ്വഭാവം. മുങ്ങിയാലും പൊങ്ങും. ഇനി ഒരു 6 മാസം കഴിയണമെന്ന് മാത്രം. അതിലെ ഇതിലേക്ക് തെണ്ടി തിരിഞ്ഞ് വശക്കേടാകുമ്പോ അവനിങ്ങി എത്തും. അല്ലടാ ജോണി? എന്താടാ ഉണ്ണിത്താന്റെ വീട് കയറി പോലീസ് എഞ്ചിനീയറെ കാണാനില്ലെന്ന്? നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? വാ. ഒന്ന് നീങ്ങി, ഇങ്ങോട്ട് നീങ്ങി നിൽക്കണ. എവിടെയാണ് ഇടിച്ചു കയറണം? ആ കമ്പിയും സിമെന്റും ഒക്കെ ഞാൻ വെട്ടിച്ചതാ, സമ്മതിച്ചു. ആദ്യം ഞാൻ കോടതി പറഞ്ഞോളാം. പക്ഷെ എഞ്ചിനീയർ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എന്നാൽ പിന്നെ അയാൾ എവിടെ? ആ എനിക്കെങ്ങനെ അറിയാം? ഇന്നലെ വൈകിട്ട് അയാളെ ഞാൻ ബാറിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞത് ശരിയാ. ഈ 2 പെഗ് അടിച്ച് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ ഇന്ന് രാവിലെ നിങ്ങൾ വന്ന് പറയുമ്പോഴാ അയാൾ മരിച്ചു എന്ന് ഞാൻ അറിയുന്നു.
മരിച്ചെങ്കിൽ തന്നെ ശവം എവിടെ? അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. ശവം എവിടെ? ചേട്ടാ, ഇത് നല്ല കാര്യമായല്ലോ. ഈ നാട്ടിലെ ശവങ്ങളുടെയൊക്കെ കണക്ക് എന്റെ കയ്യിലാ. നിർത്തുന്ന പ്രശ്നം. സർക്കാരിന്റെ സ്റ്റോറിലെ കമ്പിയുടെയും സിമെന്റിന്റെയും കണക്ക് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? നോക്കൂ മിസ്റ്റർ ഉണ്ണിത്താൻ, താൻ സത്യം പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആഷ്മ പിടിച്ച് നാശമായ നെഞ്ചത്ത് എന്നെ കൊണ്ട് മഹാഭാവം ചെയ്യിക്കരുത്. ജോണി, കുളത്തുകരയിലേക്ക് പോവാം. അവിടെ ആൾക്കൂട്ടം. നീ അങ്ങോട്ട് വെക്കും, ഞാനിവിടെ നിൽക്കാം. ആ ശരി. മുങ്ങൽ വിദഗ്ധർ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. വിളിക്ക്. ആ, മുങ്ങലുകാരെല്ലാം വരും. ആ, ഇറങ്ങി നോക്കാം. വേഗമാട്ടെ. ഓടി ഇവിടെ ഉണ്ടോന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങോട്ട് വാ. മാറിക്കണം, മാറിക്കണം, അങ്ങോട്ട് കേറിക്കണം, ഇവിടെ മാറി നിൽക്കാൻ, ഇവിടെ കേറി നിൽക്കാൻ പറഞ്ഞപ്പോ മാറി നിൽക്കാൻ. നമ്മുടെ ആളി പിന്നെ തെല്ലിക്കറി വരുന്നത് തോക്കും കിട്ടി. സാർ, ഇതാണ് ശവത്തിന്റെ കൂടെ കണ്ടെടുത്ത തോക്ക്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കും. യെസ് സർ. നടക്ക. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായില്ലേ? കുഞ്ഞെ, ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാണ് നീ വറിയത്. ആദ്യത്തെ കയറ്റം.
മിസ്റ്റർ ദേവരാജൻ, നിങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കൊള്ളൂ. ഞാൻ കാടെടുത്ത് പിന്നാലെ വന്നോളാം. യെസ് സർ. നടക്കടോ. വെൽഡൻ മൈ ബോയ്. എന്താണ് എന്റെ പേര്? ജോണി. വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. സാർ, ഇതിനകത്തൊരു പെട്ടി. പെട്ടിയോ? വെളിയിലെടുക്കൂ. ഇവിടെ വെക്ക്. എടുത്ത് അകത്ത് വെക്കട്ടെ സാർ. നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? നിന്നെ പോലൊരു ധൈര്യശാലി വിശ്വസ്തനുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്താ സാർ? ഈ പണം കള്ളപ്പണമാണ്, ബ്ലാക്ക് മണി. ഇത് കണ്ടുകെട്ടുന്നത് ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസർക്ക് ചേർന്നാൽ ഞാനും നീയും മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഈ പണം ഞാൻ ജോണി ഏൽപ്പിക്കാം. അടുത്ത ശനിയാഴ്ച പണവുമായി നീ എന്റെ വീട്ടിൽ വരണം. ധൈര്യമുണ്ടോ? ഞാൻ ചെയ്യാം സാർ. ഗുഡ്. നിനക്ക് മാന്യമായ ഒരു വിഹിതം ഞാൻ തരും. ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇതിവിടെ നിന്ന് മാറ്റണം. ഇങ്ങനെ കൊണ്ടുപോകണ്ട. ആ ചാക്കെടുക്കും. നിന്റെ വീട് ഇവിടെ അടുത്താണ് സാർ. ശരി, പൊയ്ക്കൊള്ളൂ. ശരി സാർ. അവിടെ എവിടെയെങ്കിലും മറഞ്ഞിരുന്നിട്ട് അല്പം ഇരുട്ടിയിട്ട് പോയാൽ മതി. ശരി സാർ. നിൽക്കൂ. എന്നെ വഞ്ചിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അറിയാമോ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല സാർ. ശരി, പൊയ്ക്കൊള്ളൂ. ആ.